2 ദിവസത്തെ ഷൂട്ടിന് പോകുന്നെന്ന് പറഞ്ഞപ്പോ എന്റെ ഹോപ്പുമ്മ പിണങ്ങിന്തേ ഞാൻ പാക്ക് ചെയ്ത പെട്ടിയിൽ കയറി അങ്ങ് കിടന്നു. പിന്നെ കഷ്ടപ്പെട്ടാ ഇറക്കി വിട്ടെ. ഇവിടുന്ന് നേരെ ഞാൻ പോയത് വൈറ്റിലയിലോട്ടാട്ടോ. വൈറ്റിലയിലെത്തി ഊബർ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നിപ്പാണിത്. പിന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. പിന്നെ പറ്റുമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് തട്ടിക്കോ. നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഫേവറേറ്റ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. വൈറ്റില ആയതുകൊണ്ട് പറയല്ല, ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. പിന്നെ ആ കിട്ടിയ അവസരത്തിൽ വൈറ്റിലയുടെ ഒരു ചെറിയ വീഡിയോയും കൂടെ ഞാൻ എടുത്തു. നേരെ പോയത് എന്റെ സേതുചേട്ടന്റെ അടുത്തോട്ടാണ്. സേതുചേട്ടന്റെ ഷൂട്ടാണ് ഇന്ന്, സേതുചേട്ടന്റെയും വിദ്യേച്ചിയുടെയും കൂടെ. അവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാൻ കാണും. അതിലൊന്നാണ് നമ്മുടെ ലൂണ. ലൂണയ്ക്ക് ഞാൻ ആൻറ്റി ആട്ടോ. അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ തേജുവിൻ്റെ അടുത്താണ് പോയത്. വ്ളോഗറാട്ടോ. പിന്നെ വിദ്യേച്ചിയുടെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന് നോക്കണ്ട, കട്ടൻ ചായയാണ് ഗൈസ്, കട്ടൻ ചായ. ഇവിടെ നിന്ന് നേരെ ഞാൻ പോയത് വേറെ എങ്ങോട്ടുമല്ല, എൻ്റെ സ്റ്റീം കേക്ക്, അതായത് പുട്ടിൻ്റെ അടുത്തോട്ടാ. പുട്ടും പഴവും അന്തസ്, എന്താ ടേസ്റ്റ്, എൻ്റെ ഫേവറേറ്റിലൊന്നാട്ടോ. വിദ്യേച്ചിയുടെ വരവ് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. മേക്കപ്പ് തുടങ്ങാൻ സമയമായി, വാ എന്നതായിരുന്നു കോളിങ്. നേരെ ചെന്നിരുന്നു, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്നുള്ളത് പറഞ്ഞില്ല, ഒരു സ്പെഷ്യൽ ആണെന്ന് മാത്രം പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ സേതുചേട്ടൻ ദേ കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇട്ടിരുന്നു. മൈലാഞ്ചി അല്ല, ഈ സാധനത്തിന് എന്താ പറയുന്നതെന്നുള്ളത് ഞാൻ മറന്നുപോയി കേട്ടോ. ഒരു കൈ മാത്രം വെച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടി, കാരണം ഫുഡ് ഇമ്പോർട്ടൻ്റാ ബിഗിലെ. അത് കഴിഞ്ഞ് നേരെ എൻ്റെ ഔട്ടർ ലുക്ക് ഒന്ന് കണ്ടു കേട്ടോ. ഇങ്ങനെയായിരുന്നു എന്നെ ഒരുക്കിയത്. ഇനി അടുത്ത പരിപാടി കുങ്കുമം ഇടല, എൻ്റെ ഫേവറേറ്റ് ആട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുങ്കുമം തൊട്ട് നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കുങ്കുമമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ എനിക്ക് തന്നെ ഒരു ഇഷ്ടമൊക്കെ തോന്നി. അത്ര ഭംഗിയൊക്കെ ആയിരുന്നു കേട്ടോ. ഓരോ ഷൂട്ടിൻ്റെ കഷ്ടപ്പാടേ. ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ എനിക്കിനി ഒരു അടുത്ത പരിപാടിയുണ്ട്. ദേ ആളുടെ ഒപ്പം നേരെ ഫോറം മോളിലോട്ട്. ആരാന്നറിയോ? നമ്മുടെ റസ്മിൻബായുടെ ഒപ്പം. എന്തിനാന്നറിയോ? തഗ് മൂവി കാണാനായിട്ടാട്ടോ. അതിനകത്തൊരു ചെറിയ പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പോപ്കോൺ ഒക്കെ ഓർഡർ ചെയ്ത് നിന്നപ്പോഴാണ് ചിന്തു ചേട്ടനെ കണ്ടത്. ആളും ഇതിനകത്തുണ്ട് കേട്ടോ. അവളുടെ കയ്യിലിരിക്കുന്ന പോപ്കോൺ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് തീരില്ല എന്നത്. എന്നാലും ആകാംക്ഷയോടെ മൂവി കാണാനായിട്ട് ഞാനും ഇരുന്നു. അങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒന്ന് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? എന്റെ ഫ്രണ്ട് ഏഞ്ചലിനെ സ്ക്രീനിൽ കണ്ടതിന്റെ ഒരു സന്തോഷത്തിലാണ്. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നേരെ ഞാൻ എൻ്റെ റൈഡറിനൊപ്പം നേരെ കൊച്ചിമുത്തം കറങ്ങി. ഇതിനിടയ്ക്ക് നാളത്തേക്കുള്ളൊരു ചെറിയ ഹീൽസ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. നാളെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഇടാനായിട്ടുള്ള, ഷൂട്ടല്ല ഷോയാണ്, അതിന് വേണ്ടിയിട്ടുള്ള. ഇവിടുന്ന് നേരെ സേവിച്ചേട്ടൻ്റെ വീട്ടിലെത്തി. ഫുഡടിയായിരുന്നു. ഫുഡടി കഴിഞ്ഞതിന് ശേഷം വേണം ഫുഡിന്റെ റിവ്യൂ ഒന്ന് കേട്ടേക്കാം അല്ലേ? എങ്ങനെയുണ്ടോ ഫുഡ്? സൂപ്പർ. എങ്ങനെയുണ്ടോ ആൾക്കാര്? അടിപൊളി. ഞങ്ങള് സെറ്റായി.